നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗ പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് സമാധി എന്നത്. അപ്പോൾ സമാധിയുടെ അവസ്ഥകളെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിക്കാമോ എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടതിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. സമാധി എന്നത് പല അർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് പ്രയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. യോഗ പദ്ധതിയിലത്തെ സമാധി എന്ന ആ അവസ്ഥയിൽ അല്ലാതെ തന്നെ സമാധി എന്ന വാക്ക് ഇന്ന് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്, സന്യാസ മാർഗങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ, ചില സന്യാസിമാര് ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ ഒക്കെ സഞ്ചരിക്കുന്ന, ആശ്രമങ്ങളിൽ ജീവിക്കുന്ന, കാവ്യമുണ്ട കൊടുത്തിട്ട് അത്തരത്തില് സന്യാസികൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. അവർ യോഗികളല്ല, അവർ പ്രാണായാമമോ യോഗമോ പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. അവരുടെ വഴി വേറെയാണ്. അവർക്ക് ഇങ്ങനത്തെ പ്രാക്ടീസ് ഒന്നുമില്ല, പരിശീലനങ്ങളൊന്നുമില്ല. അവര് ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും ഒക്കെ ഈ യോഗം നേടാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവര് ഈ സമാധി അവസ്ഥ, യോഗത്തിലുള്ള യോഗ സമാധി എന്നുള്ള അവസ്ഥ കൈവരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സന്യാസി വര്യന്മാരും അവര് സ്വാഭാവികമായിട്ടൊരു പ്രായമാകുമ്പോൾ മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ അദ്ദേഹം സമാധിയായി എന്ന് പറയും. എന്നിട്ട് ആശ്രമത്തിലൊക്കെ പ്രത്യേക രീതിയിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി അവര് സമാധി ഇരുത്തുക എന്ന് പറഞ്ഞ ആ ചടങ്ങൊക്കെ നടത്തും. പക്ഷെ അങ്ങനെയുള്ള സമാധികൾ യഥാർത്ഥത്തിൽ അത് സ്വാഭാവികമായ മരണം തന്നെയാണ്. അവിടെ യോഗമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഔന്നിത്യത്തിന്റെ അല്ലെങ്കിൽ ആ സമാധി അവസ്ഥയുടെ അല്ല അത്. എന്താണ് സമാധി എന്ന് പിന്നീട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ സ്വാഭാവിക മരണം തന്നെയാണ്. അങ്ങനെയുള്ള സമാധി കുടീരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഊർജ പ്രസരണമൊന്നും പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടാവാൻ സാധ്യത തീരെയില്ല. ഒരു ശവകുടീരം എന്ന് മാത്രമാണ് നമുക്ക് കണക്കാക്കാവൂ. എന്നാൽ യോഗ സിദ്ധാന്ത പ്രകാരം സമാധി എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ധ്യാനം എന്ന് പറയുന്നത് തന്നെ നമ്മളെ മനസ്സിനെ നിശ്ചലമാക്കാനാണ്. നിരന്തരമായി ചിന്തകളുടെ പ്രവാഹം നമ്മളുടെ മനസ്സിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ചിത്തവൃത്തി എന്നാണ് പറയുന്നത്. ഈ ചിത്തവൃത്തിയെ നിരോധിക്കുക, ചിത്തവൃത്തിയെ ഇല്ലാതാക്കുക, താൽക്കാലികമായി നിർത്തിവെക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ യോഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ധ്യാനത്തിലൂടെ, പ്രാണായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് ഈ ചിത്തവൃത്തി നിരോധനം നമ്മളിൽ സംഭവിക്കുന്നത്. അതിന്റെ ആ ധ്യാനത്തിന്റെ ഒരു പരമമായ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. ചിന്തകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും നമ്മൾ ആനന്ദം മാത്രമായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. മനസ്സിൽ അകാരണമായിട്ടുള്ള ആനന്ദമാണ്, ഒരു കാരണമില്ലാതെ നമ്മളുടെ ആനന്ദം ആണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം. ആ സ്വരൂപത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം നമ്മൾ ധ്യാനത്തിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. ചിന്തകളൊക്കെ ക്രമേണ അലിഞ്ഞില്ലാതെ ആനന്ദം മാത്രമാവും. പ്യുവർ കോൺഷ്യസ്നെസ്, നമ്മളുടെ ബോധം മാത്രമാവും, പൂർണ്ണമായ അവബോധം മാത്രമാവും. ഈ അവസ്ഥയെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ബ്രെയിനുകൾ ഒരേ രീതിയിൽ ഫങ്ഷൻ ചെയ്യുക എന്നാണ് അർത്ഥമുള്ളത്. ഒരേ തുല്യമായിട്ട് പ്രവർത്തിക്കുന്നു, സമമായി പ്രവർത്തിക്കുന്നു സമാധി. ആ അവസ്ഥയിൽ ആനന്ദം മാത്രമാണ്. അപ്പൊ ഇത് ധ്യാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് കിട്ടിക്കോളണമെന്നൊന്നും നിർബന്ധമില്ല. ക്രമേണയായിട്ട് വർഷങ്ങൾ പരിശീലിക്കുമ്പോഴാണ് നമുക്ക് ഈ സമാധിയുടെ ആദ്യ ചില സൂചനകൾ നമുക്ക് കിട്ടുക. ഇടയ്ക്ക് നമ്മൾ ധ്യാനത്തിൽ ബോധം മാത്രമായിട്ട് മാറും. ഒരു ചിന്തയും ഇല്ലാതെ സമയം കടന്നു പോകുന്നത് അറിയാതെ നമ്മൾ ആ ധ്യാനാവസ്ഥയിൽ തന്നെ തുടരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ഇതിലേക്ക് തിരിച്ചു വരുന്നു, സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു, ജീവബോധത്തിലേക്ക്, ശരീരബോധത്തിലേക്ക് തിരിച്ചു വരുന്നു, നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നു. അപ്പൊ ഇത് വന്നും പോയും കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ സഞ്ചാര സമാധി എന്നാണ് പറയുക. അതായത് ഈ സമാധിയുടെ അവസ്ഥ പരിപൂർണമായി മനസ്സ് നിശ്ചലമായി ആനന്ദം മാത്രമായിട്ട്, അവബോധം മാത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥ കുറച്ച് സമയം തുടരുകയും വീണ്ടും നമ്മൾ പഴയ പോലെ
സാധാരണ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പൊ ധ്യാനത്തിൽ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്ന സമാധിയുടെ അവസ്ഥയെയാണ് നമ്മൾ സഞ്ചാര സമാധി എന്ന് പറയുന്നത്. ഇതും കുറച്ചു കഴിഞ്ഞ് ഇതേ പ്രാക്ടീസ് നമ്മൾ തുടരുമ്പോൾ എന്നേക്കുമായിട്ട് നമ്മൾ ആ ലെവലിൽ എപ്പോഴും ഈ ആനന്ദം സമാധി അവസ്ഥ അനുഭവിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും. അത് നമ്മൾ പരിപൂർണമായിട്ടുള്ള സമാധിയാണ്. അത് ആരൂഢ സമാധി എന്നാണ് പറയുക. അപ്പൊ നമ്മൾ സമാധി അതിന്റെ ആരൂഢത്തിൽ, അതായത് ഇളക്കമില്ലാത്തൊരു അവസ്ഥയിലെത്തി. അത് പിന്നെ നമുക്ക് നഷ്ടപ്പെടുകയില്ല. ആ അവസ്ഥയിൽ എത്തിയവരെയാണ് എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയും. അല്ലെങ്കിൽ ബോധോദയം സിദ്ധിച്ചവർ, നിർവ്വാണം പ്രാപിച്ചവർ, ബ്രഹ്മജ്ഞാനം നേടിയവർ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ആ സമാധിയുടെ അവസ്ഥയിൽ ആരൂഢ സമാധിയിൽ എത്തിയതാണ്. സ്ഥിരമായിട്ട് ആ സമാധി അവസ്ഥ അവർക്ക് അതിൽ നിന്ന് താഴേക്ക് വരുന്ന അവസ്ഥയില്ല. വന്നും പോയും കൊണ്ടൊന്നിരിക്കില്ല. അവരുടെ മനസ്സ് എന്നേക്കുമായിട്ട് ഒരു അവയവമായിട്ട് മാറിക്കഴിഞ്ഞു. വേണ്ട സമയത്ത് മാത്രം അത് ചലിക്കും, അല്ലാത്തപ്പോൾ അത് അവിടെ അറസ്റ്റ് ആവും. അവർ ആനന്ദത്തിലായി. അപ്പൊ എപ്പോഴും ആനന്ദത്തിലായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആരൂഢ സമാധി എന്ന് പറയുന്നത്. ഇത് ജീവൻ നിലനിർത്തിക്കൊണ്ടുള്ള യോഗത്തിലുള്ള സമാധിയെക്കുറിച്ചാണ്, യോഗ സമാധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഇതിൽ തന്നെ മുന്നേറി കഴിയുമ്പോൾ അടുത്തൊരു സമാധിയുടെ സ്റ്റേജ് ഉണ്ട്. നമ്മൾ എല്ലാ പൊതു സമൂഹത്തിൽ വിവക്ഷിക്കുന്നത് ആ സമാധിയെക്കുറിച്ചാണ്. അത് ബോധപൂർവം, ബോധത്തോടെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ്. ആത്മാവ് മാത്രം ശരീരത്തെ വിട്ടിട്ട് പുറത്തേക്ക് വരിക. അത് ആ സ്വന്തം ഇച്ഛ കൊണ്ട്, സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് അതിനെയാണ്. ഇപ്പൊ ഭീഷ്മാചാര്യര് സ്വച്ഛന്ത മൃത്യുവായിരുന്നു. എപ്പോൾ മരിക്കണമെന്ന് സ്വയം തീരുമാനിച്ചിട്ട് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രാപ്തിയുള്ളവരാണ്. അത് എൻലൈറ്റ്മെന്റിന്റെ അടുത്ത സ്റ്റേജാണ്. ആ സ്റ്റേജിൽ അത് തന്നെ ഒരു സമാധിയുടെ ഒരു തലമാണ്. ആ സമയത്ത് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ശ്വാസ ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെ നമ്മളെ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ആത്മാവ് മാത്രമായിട്ട് പൂർണ്ണ ഉണർച്ചയോടെയാണ്, ജാഗ്രതയോടെ, ബോധത്തോടെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ ദേഹമുക്തി എന്ന് പറയുക. ദേഹത്തിൽ നിന്ന് പുറത്തു കടക്കുക, ആത്മാവ് അല്ലെങ്കിൽ അവബോധം, കോൺഷ്യസ്നെസ് മാത്രമായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെയാണ് നമ്മൾ ദേഹമുക്തി എന്ന് പറയുന്നത്. അത് സമാധിയുടെ ഒരവസ്ഥയാണ്. ഇതിനും അപ്പുറത്ത് ഇങ്ങനെ സമാധി ആയിട്ടുള്ള ആളുകളെ, ബോധോദയം സിദ്ധിച്ചവർ സ്വന്തം ഇച്ഛയോട് കൂടിയിട്ട് അവനവൻ നിശ്ചയിച്ച സമയത്ത്, ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് പ്രത്യേക രീതിയിലുള്ള ശ്വാസക്രമം. അതൊരു വിദ്യയാണ്. ഈ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പുറത്തു പോകുന്നത് ഒരു വിദ്യയാണ്. ആ വിദ്യ പ്രാക്ടീസ് ചെയ്ത്, ആന്തരികമായിട്ട് പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ബ്രഹ്മരന്ധ്രം പൊട്ടിയിട്ട് ആത്മാവ് പുറത്തു വരുന്ന ഒരു ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റും പുറത്തുള്ള ആളുകൾ. അങ്ങനെ ആത്മാവ് പുറത്തു പോകുന്ന അവസ്ഥയാണ് നമ്മൾ സമാധി, ദേഹമുക്തി എന്ന് പറയുന്നത്. ഇപ്പോ ശ്രീനാരായണ ഗുരുദേവൻ ദേഹമുക്തി പ്രാപിച്ച ആളാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം സമാധി പ്രാപിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത കാലത്ത് അനുഭവമുള്ള, നമുക്ക് പരിചയമുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു മാത്രം. അങ്ങനെ ദേഹമുക്തി പ്രാപിക്കുന്ന ആളുകൾ ഉണ്ട്, യോഗികൾ ഉണ്ട്. ഇനി ഇതിന്റെയും അടുത്തൊരു തലത്തിൽ ഇങ്ങനെ 60 64 തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് എനിക്ക് വലിയ അതില്ല. എന്തായാലും അടുത്തൊരു സമാധിയുടെ തലം എന്ന് പറഞ്ഞാല് ഈ ശരീരവും ഉപേക്ഷിക്കുന്നില്ല, ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കുന്നില്ല, ഈ ശരീരം തന്നെ ഇല്ലാതെയാക്കുക. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തെ ഓരോ പഞ്ചഭൂതത്തിലെ ഓരോ ഘടകത്തെയും അടുത്തതിൽ ലയിപ്പിച്ച് അങ്ങനെ മൊത്തം ശരീരത്തെ വിഘടിപ്പിക്കുകയാണ്. ഭൂമി തത്വത്തെ ജലതത്വത്തിൽ ലയിപ്പിച്ച്, ജലതത്വത്തെ അഗ്നിതത്വത്തിൽ ലയിപ്പിച്ച്, അഗ്നിതത്വത്തെ വായുതത്വത്തിൽ ലയിപ്പിച്ച്, വായുതത്വത്തെ ആകാശതത്വത്തിൽ ലയിപ്പിച്ച്, നമുക്ക് സിദ്ധാന്തപരമായിട്ട് എനിക്ക് പറയാനേ ഇപ്പം അത് കഴിയുള്ളൂ. അങ്ങനെ എന്തായാലും ഇതിൽ അവസാന നിമിഷത്തിൽ ഈ ശരീരം ഇവിടെ ഉണ്ടാവില്ല. ശരീരം ഒരു പിടി ഭസ്മമായിട്ട് ഒരു പക്ഷേ മാറി, അത്ര ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതും കാണില്ല. അതിനെ നമ്മൾ വിദേഹമുക്തി എന്നാണ് പറയുന്നത്. ശരീരം പോലും ഇല്ലാത്ത
അല്ലെങ്കിൽ ശരീരത്തോട് കൂടിയിട്ട് അപ്രത്യക്ഷമായി എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ ശരീരം ഇവിടെ കാണാനില്ല. അപ്പൊ ആദ്യത്തെ തരം സമാധിയിൽ, ദേഹമുക്തിയിൽ, ദേഹം ഇവിടെ ഉണ്ട്, ആത്മാവ് മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. ആ ദേഹത്തെ നമ്മൾ സമാധിയിരുത്തും. വിദേഹമുക്തിയിൽ ഇവിടെ ഉപേക്ഷിക്കാൻ ശരീരം പോലുമില്ല. ഈ തമിഴ്നാട് ഉള്ള വടലൂരിലുള്ള വല്ലലാർ സിദ്ധരൊക്കെ ഇത്തരത്തില് ഒരു റൂമിനകത്ത് പ്രവേശിക്കുകയാണ്. അടുത്ത ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പാണ്, ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ബ്രിട്ടീഷ് കലക്ടർ അടക്കം അറിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. റൂമിനകത്ത് കടക്കുകയും വാതില് പുറത്തുനിന്ന് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 20-21 ദിവസം മറ്റേ കഴിഞ്ഞിട്ട് തന്നെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആളേ ഇല്ല, അദ്ദേഹമില്ല, അദ്ദേഹത്തിന്റെ ശരീരവും അവിടെ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാല് ഈ ശരീരത്തെ ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ച് അല്ലെങ്കിൽ ശൂന്യതയിൽ ലയിപ്പിച്ചിട്ട് ആത്മാവ് മാത്രം ഒരു വെളിച്ചമായിട്ട് പുറത്തേക്ക് പോകും. അത് ഈ പ്രപഞ്ച ശക്തിയിൽ ലയിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ വിദേഹമുക്തി എന്നാണ് പറയുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പൊ ടിബറ്റിൽ ഇപ്പോഴും ഇത്തരത്തില് ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെ ഈ പ്രാക്ടീസ് രണ്ടും ചെയ്യുന്ന ആളുകളാണ്. അവര് ഓരോ സ്റ്റേജിലെത്തിയ മോങ്സ് അവരുടെ മൊണാസ്ട്രിയിൽ വെച്ചിട്ട് പറയും, ഇന്ന ദിവസം നമ്മൾ സമാധിയാവാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ശിഷ്യന്മാരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ടാവും. അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഈ പ്രാണായാമ ക്രിയ ചെയ്ത് നിങ്ങൾ ആ ശബ്ദത്തോട് കൂടിയിട്ട് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്, 2-3 മിനിറ്റ് കൊണ്ട് ആ പ്രോസസ്സ് കഴിയും. അങ്ങനെ അവർ ശരീരം വിട്ടുപോകും. അവരുടെ ശരീരത്തെ കൃത്യമായ രീതിയിൽ അവിടെ സമാധിയിരുത്തും. അതാണ് ആ സ്തൂപങ്ങൾ കാണുന്നത്. ബുദ്ധിസ്റ്റ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്തൂപമായിട്ട് കാണുന്നത് അവരുടെ ഭൗതിക ശരീരത്തെ അടക്കം ചെയ്ത സ്ഥലങ്ങളാണ്. അതിലും ഉന്നതമായിട്ടുള്ള യോഗ സിദ്ധികൾ പ്രാപിച്ചിട്ടുള്ള മോങ്സ് ഈ ശരീരത്തെ തന്നെ ഒരു പ്രകാശമായി, റെയിൻബോ ബോഡി എന്നാണ് പറയുക, ശരീരത്തെ പ്രകാശമാക്കിയിട്ട് പ്രകാശരൂപത്തിൽ തന്നെ ശൂന്യതയിലേക്ക് അവർ അന്തർദാനം ചെയ്യും. ശരീരം പോലും ഇവിടെ ഉണ്ടാവില്ല. ഇതെല്ലാം അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു ട്രഡീഷനിൽ ഇന്ത്യയിൽ അത്തരം പരിശീലനങ്ങൾ കിട്ടിയ ആളുകൾ, ആ സിദ്ധികൾ നേടിയ ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. കാരണം ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ യോഗം പ്രാക്ടീസ് ചെയ്യല് വളരെ കുറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോഴായിട്ടാണ് യോഗയോട് ആളുകൾക്ക് ഒരു ആഭിമുഖ്യം വരുന്നത്. അപ്പൊ ഇതെല്ലാം സാധ്യമാണ്. യോഗ പദ്ധതിയിൽ ഇതെല്ലാം സാധ്യവും വിധിക്കപ്പെട്ടതുമാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും പലരും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യവുമാണ്. നമുക്ക് ഒരു പക്ഷേ ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ 2013 തിരുവനന്തപുരത്തിനടുത്ത് തിരുവല്ലം പാലത്തിന് അടിയിലുണ്ടായിരുന്ന പാലത്തിലമ്മ അല്ലെങ്കിൽ തിരുവല്ലം അമ്മ എന്നറിയപ്പെടുന്ന ആ അവധൂത 2013 പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഇതേപോലെ വിദേഹമുക്തിയാണ്. അവര് കിടന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ്, തുറസായ സ്ഥലത്താണ് അവർ കിടക്കുന്നത്, മണലില്, പ്രയാഗ്രാജില്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ആ മണൽപ്പരപ്പില് ഒരു ശകലം മുന്നോട്ട് നടന്ന് വായുവിൽ നിന്ന് ഒരു ശകലം അങ്ങനെ പൊങ്ങുന്നു. ഒരു 2 അടി പൊങ്ങുന്നത് മാത്രമാണ് ചുറ്റുമുള്ളവർ കണ്ടത്. പരപരാന്ന് വെളുക്കുന്ന സമയമാണ്, നേരം വെളുക്കുന്ന സമയം, 5:15 മണിക്കാണ്. മണലിൽ ഇങ്ങനെ ഉയർന്നു. പിന്നെ അവര് വായുവിൽ അപ്രത്യക്ഷമായി. 2013 നടന്ന കാര്യമാണ്. ഇതൊന്നും പലയിടത്തും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ അത് കണ്ടു നിന്ന ആളുകളുണ്ട്, ദൃക്സാക്ഷിയായ ആളുകളുണ്ട്. അവർ പോലും ഇത് ഒരിക്കലും പിന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടക്കുന്നത്. സമാധിയാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ നിന്ന നിൽപ്പിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്ന രീതിയിലുള്ള സമാധി, അത്രയും വൈഭവം അല്ലെങ്കിൽ അത്രയും ഉന്നതമായ ഒരു ആത്മാവായിരുന്നു എന്നുള്ളതൊന്നും അവർക്ക് അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കൺമുന്നിൽ വെച്ച ഒരാൾ അപ്രത്യക്ഷമാകുമ്പോൾ ഉണ്ടാവുന്ന അന്താളിപ്പൊക്കെ ആ ദൃക്സാക്ഷികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇതൊരു പ്രേക്ഷകയുടെ ആവശ്യപ്രകാരമാണ് ഈ സമാധിയെക്കുറിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ യോഗ ശാസ്ത്ര സംബന്ധിയായിട്ട് നമുക്ക് സംവദിക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും
യോഗയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ആ സംശയം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന മറുപടികൾ നമ്മൾ ഈ വീഡിയോയിലൂടെ, അടുത്തൊരു വീഡിയോയിലൂടെ തന്നെ തരാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള യോഗ ബാന്ധവ ഈ അന്വേഷണങ്ങൾ തുടരുന്ന മറ്റാളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അനേക രഹസ്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇന്നേ വരെ മറ്റൊരു ഗ്രന്ഥത്തിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത അത്രയും രഹസ്യ വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്, പിൻ നമ്പർ സഹിതം വാട്സാപ്പ് ചെയ്യുക.